ഇൻഫ്ലുവൻസേഴ്സ് ചുമ്മാ ഓടിയാണെന്ന് കാശ് ഉണ്ടാക്കുകയാണെന്ന് പറയുന്ന ആൾക്കാർ ഷുഡ് ലിറ്ററലി ടേക്ക് ദിസ് ഇൻ. ഹെയർ മുടങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ലേറ്റ് ആവും. ഷൂട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര എഫേർട്ട് എടുത്തത് മൊത്തം വെറുതെ ആവും. ഇത് കണ്ടിട്ട് ഞാനും വരുമോ? വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഷിയോഡ് സജി മ്യൂസിക്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സംതിങ് സോ ക്രേസി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഡെനിം ജാക്കറ്റിനെ കംപ്ലീറ്റ്ലി ഒന്ന് എന്താ പറയുക എംബ്രോയിഡറി ഒക്കെ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. ഒരു ഷൂട്ട് വരുന്നുണ്ട്. ആ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സൂചി നൂലും കയ്യിലെടുക്കാൻ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂളിൽ വെച്ചിട്ട് ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഈ SUPW പരിപാടി ഉണ്ടല്ലോ, ക്രാഫ്റ്റ് സംഭവം ഉണ്ടായിരുന്നു. ആ ക്രാഫ്റ്റിൽ നമ്മൾ ഒരുപാട് ഈ പറയുന്ന പോലെ 5 to 8 അല്ല 10th വരെ ഉണ്ടായിരുന്നു തോന്നുന്നു. 10th എന്തുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ജസ്റ്റ് ഒരു മണിക്കൂറിനകത്ത് തീർക്കുന്നതായിരുന്നു. പക്ഷേ 8th വരെ എല്ലാ ആഴ്ചയും ഒരു പീരീഡ് വെച്ചിട്ട് ഈ ക്രാഫ്റ്റിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് എംബ്രോയിഡറി പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അന്നോട്ട് എനിക്ക് ക്രൈസ് ഉള്ളൊരു സാധനമാണ്. പക്ഷേ പിന്നെ ഏതൊക്കെയോ സമയത്തെപ്പോഴത്തേക്ക് ആ ഒരു ക്രൈസും സാധനമൊക്കെ അങ്ങനെ പോയി. പിന്നെ എംബ്രോയിഡറി ഒന്നും ചെയ്യാറില്ല. ഈ വക സാധനങ്ങളിലൊന്നും തൊടാനും പിടിക്കാനും ഒന്നും പോകാറില്ല. അപ്പോൾ പഴയ ഐറ്റംസൊക്കെ എവിടെ പോയി എന്നുള്ളത് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഒരുപാട് റിങ്സ് സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ലോഡ് സാധനം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ജാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് പണി തുടങ്ങാം. സോ ആദ്യം എനിക്ക് എന്താ വേണ്ടതെന്നുള്ളതൊന്ന് സ്കെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 10,000 രൂപയുടെ ജാക്കറ്റാണ്. ഞാനത് ഇതിനുവേണ്ടി നശിപ്പിക്കാൻ പോയി. എനിക്ക് ഇവിടെ ഒരു S വേണം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഫസ്റ്റ് ഇവിടെ ഒരു S പോലെ വേണം. ആദ്യം ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാനുള്ള പ്ലാനില്ല. ഗൈസ് അറ്റ് ഫസ്റ്റ് ഐ റിയലി തോട്ട് ദിസ് വാസ് ഗോണ ബി എ പീസ് ഓഫ് കേക്ക്. പെട്ടെന്ന് നടക്കും. മറ്റേ സ്കെച്ച് ചെയ്യുന്നത് തന്നെ ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മറ്റേ വൈറ്റ് പെൻസിലൊക്കെ മേടിച്ച് വെച്ചത് വെറുതെ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഡെനിമിൽ പണിയെടുക്കുമ്പോഴത്തേക്ക് സാധാരണ ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പണിയാണെന്നുള്ളത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ മനസ്സിലായത്. പിന്നെ രണ്ടും കൽപ്പിച്ച് പേനയൊക്കെ എടുത്ത് ഫ്രീ ഹാൻഡൊക്കെ ആയിട്ട് അങ്ങ് വരച്ച് ചെയ്തു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് F.Ad എന്ന് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ കൂട്ടത്തിലാണ്. ഇംതിയാസ് ബ്രോ ആണ് നമ്മുടെ കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത്. ആൻഡ് അതിൻ്റെ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്താണ് ഇവിടം വരെയൊക്കെ എത്തിയത് കേട്ടോ. ആൻഡ് നിശാന്ത് ബ്രോ ആണ് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ടോട്ടലി ഫോർ F.Ad. അപ്പോൾ അങ്ങനെ ഞാൻ ഫാഷൻ ടീമിലുണ്ടായിരുന്ന സമയം തൊട്ട് എനിക്ക് ഇംതിയാസ് ബ്രോനെ അറിയാം. വെൻ ഐ വാസ് എ റൺവേ മോഡൽ. ഇറ്റ് വാസ് ലൈക്ക് അങ്ങനെ ആ സമയം തൊട്ടുള്ള പരിചയമാണ്. ആൻഡ് ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. സോ ഞാൻ ആദ്യം ഈ പഞ്ച് നീഡിലൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പഞ്ച് നീഡിൽ വാസ് നോട്ട് വർക്കിംഗ് ഔട്ട് ഫോർ മീ. എനിക്കതിൻ്റെ ഒരു നാക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. പലതവണ ഞാൻ ശ്രമിച്ചു നോക്കിയെന്നുണ്ടെങ്കിലും വർക്കൗട്ടായില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ സൂചി നൂലും എടുത്ത് കൈ കൊണ്ട് തന്നെ തയ്ക്കുക എന്നുള്ളൊരു പരിപാടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതിനകത്ത് മാക്സിമം ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ ഫിംഗർ മറ്റേ വൂണ്ടഡ് ആയി എന്നിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റിച്ച് എടുത്തിട്ട്. അപ്പോൾ അതും ഞാൻ കുറച്ചധികം കെയർഫുള്ളായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് വല്ലതും ഇനി കുത്തോ സൂചിയോ വല്ലതും കൊണ്ടുകഴിഞ്ഞാൽ ഇനി ഇരട്ടി പണിയാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഞ്ച് നീഡലിൻ്റെ ട്യൂട്ടോറിയലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പണിത് നോക്കിയത്. ഒരു 5-6 തവണ നീഡിൽ അതിൻ്റെ ലൈക്ക് ത്രെഡ് അതിൻ്റെ ഒന്നും ചാടിപ്പോയപ്പോഴത്തേക്ക് പിന്നെ വിചാരിച്ചു വേണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം അത് ലൈക്ക് ആ ഒരു എസ്സിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് ഈ ഒരു യാൺ പോലത്തെ സാധനവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ്. ഐ വാസ് ഇൻ ഷൂട്ടിങ് അറ്റ് ഓൾ. അപ്പോൾ പറ്റുന്ന സാധനമൊക്കെ മാത്രം വെച്ച് ചെയ്ത് അങ്ങനെ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകണം. ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ് ഹിയർ. ഒരു പോക്കറ്റ് ഫുള്ള് ഫില്ല് ചെയ്യാമല്ലേ. കുളമായ ഷൂട്ടിന് വേണ്ടി ഞാൻ വേറെ കോട്ട് വാങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തൊക്കെയോ കോരാക്ക് കാട്ടിക്കൂട്ടണുണ്ട്. കുളമാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. ആദ്യത്തെ ദിവസം ഏകദേശം ഒരു 6 to 7 hours എന്തായാലും ഞാൻ ചെയ്തു. ഇപ്പോൾ അത് അപ്പുറത്തെ സൈഡിലെ പോക്കറ്റിൽ യു ക്യാൻ സീ ദ പെയിൻറ്റിങ്. ദാറ്റ് വാസ് ഓൾ ഡിഡ് ഇൻ ദ ഫസ്റ്റ് ഡേ. ആൻഡ് ഈ ത്രെഡ് വർക്ക് സാധനമൊക്കെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരേ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇതിന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചില ക്ലോത്ത്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആവുമല്ലോ, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് വിട്ടു പോക്കറ്റ്സിൻ്റെ സീമിൽ. 4 മണി 4:30 വരെ ഇരുന്ന് പണിഞ്ഞു വെളുപ്പിന്. ഹാർഡ് വർക്കിംഗ്. എന്നിട്ടിത് ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. കുളമായോ നന്നായൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഗൈസ് എനിക്ക് ഓക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടറുണ്ട്. കാണിച്ചു തരാം. ഈ സൈഡാണ് ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത്. ഒരു റഗ് സ്റ്റൈൽ. ഇപ്പം തന്നെ എന്തൊക്കെയോ കൊന്തം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഞാൻ.
ഇത്ര ഞാൻ കംപ്ലീറ്റ് ആക്കി. ഈ സൈഡ് ഇങ്ങനെ ഇവിടെ ഈ പോക്കറ്റ് ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 6 hours ഓഫ് പണി എന്തായാലും ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ലൈനും കൂടെ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ഹാൻഡ് സ്റ്റിച്ചാണ് കേട്ടോ. ആകെ ഈ സാധനം മാത്രമേ ഞാൻ മറ്റേ റൗണ്ടെങ്കിലും വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇസ് ഫ്രീ ഹാൻഡ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ഞാൻ ഈ വീഡിയോയുടെ ഓരോ ഭാഗം എടുക്കുമ്പോഴും ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫാൻ ഇട്ടുകൊണ്ടാണ് സൗണ്ട്, ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഞാൻ സ്മരിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, എൻ്റെ പുഷ്പലത ടീച്ചർ. പുഷ്പലത ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ നോ, I would have never been able to do this at any point of time in my life. Thank you, Pushpalata teacher. I love you. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു സാധനത്തിൽ ഭയങ്കര പ്രോ ആണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ 7x സ്പീഡിൽ ഇട്ടേക്കാണ്. കാരണം ഡെനിമിൽ ഇങ്ങനെയൊന്നും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, മറ്റേ കോട്ടൺ തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ. അതായത് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചാലയിൽ. കടയുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഈ റൂബി നഗറിലുള്ളൊരു ഷോപ്പാണ്, ജസ്റ്റ് ഫോർ ഓൾ ദീസ് ബീഡ്സ്. ജാക്കറ്റ്. But then before that, നാളെ അല്ല ഇന്നായിപ്പോൾ 1:20 ഈ സമയം. It's 1:10, 1:20 and I am preparing. Okay, I have to start my makeup by like 3:30. Only then I'll be able to reach Pink Makeovers for my hair do at 4:30. അതിന് മുമ്പ് ഞാൻ കുളിക്കണം. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത് പോലെ കിടന്ന് അതിനെ ബെയർ ചെയ്ത് കൊണ്ടുവരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഫോർ മീ. സോ ഐ എം പ്രിറ്റി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ഗെറ്റിംഗ് ഓൾ ദ ജ്വല്ലറി ലെൻ ഫ്രം അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിനിടയിൽ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സെറ്റ് ഓഫ് ജ്വല്ലറീസ് കൊണ്ട് നടക്കുന്ന ഒരു പെട്ടിയുണ്ട്, ആ പെട്ടി കാണാനില്ല. അത് അടുത്ത ടെൻഷൻ. സ്റ്റൈൽ ദിസ് സ്റ്റൈൽ ദാറ്റ് വെയർ എവിടെയെങ്കിലുമൊക്കെ. അമ്മേ എന്താവും എന്നുള്ളത് കണ്ടറിയാം. അമ്മ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ടെൻഷനൊന്നല്ല, ഐ എം സോ മച്ച് എക്സൈറ്റഡ് ടു ഡു ദിസ്. ആൻഡ് ദെൻ വർക്ക് ലോഡ് ഒരുപാട് കിടക്കുന്നു. പിന്നെ ഐ വാസ് ടോട്ടലി ഡൗൺ ആൻഡ് മെൻ്റലി ഫക്ഡ് അപ്പ് കുറേ ദിവസം കൊണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ I don't know. I have to sort this out. ഇതാണ് നമ്മളെ ജാക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഹൗസ് ഇറ്റ്? തിരിയോ? Yeah. This is how it looks. From back and forth. And I just love it. ഇതിലെ ഓരോ ഇഞ്ചും കഷ്ടപ്പെട്ട് പണിയെടുത്തതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എവറി വർക്ക് ഇസ് ഹാൻഡ് ഡൺ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടു ഗെറ്റ് ഡ്രസ്ഡ് ഇഫ് ഐ വോണ്ട് ആഡ് ഓൺ സംതിങ്. വർക്ക് ചെയ്ത സാധനങ്ങൾ, ഡ്രസ് ഫോർ ടുമോറോ, ലൈക്ക് എവറിത്തിങ് ഫോർ ടുമോറോ. ജ്വല്ലറി ദറ്റ് ഐ ഫീൽ ഐ വോണ്ട് എ പെയർ. സിൽവർ, gold, but then I don't want this silver and this gold. Totally confused. There are my rings, my hairdo. കുപ്പികൾ ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റൈൽ ചെയ്താലോ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ വർക്ക് ഔട്ട്, ബട്ട് ദെൻ ലെറ്റ്സ് സീ. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഞാൻ ബാംഗ്ലൂർ പോവാണ്. ഞാനിനി ഇവിടെ വിരലുണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമേ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളൂ. I'm going to Bangalore for my PG at St. Joseph's University. Yeah, so അതിൻ്റെ കോലാഹലോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബിക്കോസ് ഐ എം ട്രൈങ് ടു പാക്ക് എവറിത്തിങ്. It was actually supposed to be on 23rd, but then it came down to 15th, and it was a little bit sudden. അപ്പം കുറച്ചധികം ടെൻസ്ഡ്, excited, everything together. I'm so overwhelmed. 3:25 AM and I gotta get ready. ഉറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാടുമെന്ന് അറിയാം. ഇൻഫ്ലുവൻസേഴ്സ് ചുമ്മാ ഓടിയാണെന്ന് നിങ്ങൾ കാശ് ഉണ്ടാക്കുകയാണെന്ന് പറയുന്ന ആൾക്കാർ യു ഷുഡ് ലിറ്ററലി ടേക്ക് ദിസ് ഇൻ ടു നോട്ട്. ദിസ് നോ സ്ലീപ്പ് അറ്റ് ഓൾ. ഫോർ വൺ ഷൂട്ട് വി ആർ പ്രിപ്പയറിങ് ദിസ് മച്ച്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ബാക്കിയുള്ളതിൻ്റെ എഫേർട്ടൊക്കെ. ഇനി പറയരുത്. മേക്കപ്പ് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം. നേരെ റെഡിയായി, ഇനി നേരെ പിങ്ക് മേക്ക് ഓവേഴ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, റെഡി ആയിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഫേസ് മേക്കപ്പ്, ഹെയർ അവിടെ ചെന്നിട്ട് ഗൈസ് ഫേസ് മേക്കപ്പ് കംപ്ലീറ്റഡ്. ഇനിയിപ്പോൾ നമുക്ക്
പോവാ, പിങ്കിലേക്ക് പോവാ. യു ആർ സപ്പോസ് ടു ഡ്രോപ്പ് മീ, പക്ഷെ അവരെ തേച്ച്. ഞാനിതെല്ലാം കൂടെ കൊണ്ട് ഊബറും വിളിച്ചിട്ട് നിൽക്കാം. കോമഡി അല്ലേ, എന്താ പറയുക. രാവിലെ ഉറക്കത്തിന് എണീക്കാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവൻ എന്നെ അങ്ങ് തേച്ചു. വിളിച്ചിട്ട് എഴുന്നേക്കാനുള്ള, പക്ഷെ സമയത്തിന് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഹെയർ മുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് ലേറ്റ് ആവും. ഷൂട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര എഫേർട്ട് എടുത്തത് മൊത്തം വെറുതെ ആവും. പിങ്ക് മേക്ക് ഓവേഴ്സിലെത്തി. ലെറ്റ്സ് ഗോ. നമ്മൾ പെട്ടെന്ന് ഹെയറിനെയും മേക്കപ്പിൻ്റെയും കാര്യം വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഈ രാവിലെ 4 മണിക്ക് ഹെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് പിങ്ക് മേക്ക് ഓവേഴ്സിലെ ജയലക്ഷ്മി ചേച്ചി ആയിരുന്നു. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ദം ആൻഡ് സോ മച്ച് ഓഫ് താങ്ക്സ് ടു ലൈക്ക് ദ ടീം. ഇവർ രണ്ടുപേരും കൂടെ നിന്നാണ് എൻ്റെ മുടി ഫുള്ള് സെറ്റാക്കി തന്നത് കേട്ടോ. ഇത്രയും ലോങ് ഹെയറിനകത്ത് ഫുള്ള് നൂഡിൽ കേൾസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 2.5 hours വർക്കാണ്. രണ്ടുപേരും കൂടെ നിന്ന് എനിക്ക് നല്ല കാര്യമായിട്ട് ചെയ്തെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനവും എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. ഐ വിൽ പുട്ട് എ ടൈം ലാപ്സ് ആൻഡ് യു ക്യാൻ സീ അവർ എടുത്ത എഫേർട്ട് എന്താണെന്നുള്ളതിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഹെയർ സ്ട്രാൻഡും എടുത്ത് അതിൻ്റെ അകത്ത് ത്രെഡ് സെറ്റ് ചെയ്ത് അത് പിന്നെ നൂഡിൽ കേൾസ് ചെയ്ത് അതിൻ്റെ അകത്ത് കേൾസിനകത്ത് ഹെയർ കയറ്റി ഇങ്ങനെയൊക്കെ ലൈക്ക് കേൾസിനകത്ത് ത്രെഡ് ഇട്ട് ഇറ്റ് വാസ് എ ലോഡ് ഓഫ് വർക്ക് ആക്ച്വലി. ഞാൻ ഇരുന്ന് കൊടുത്ത് എനിക്ക് തന്നെ വട്ടായിട്ടിരിക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി പറയരുത് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ വ്ളോഗ് ഇട്ടില്ലേലും കുഴപ്പമില്ല, വീഡിയോ ഇട്ടില്ലേലും കുഴപ്പമില്ല, ചെയ്യാൻ വയ്യ. കാരണം അത്രയ്ക്ക് വലിയൊരു പണിയായിരുന്നു ഞാൻ വെളുപ്പിന് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വിളിച്ച് കൊടുത്തത്. പക്ഷേ ഭയങ്കര എൻജോയബിൾ ആയിട്ട് ഞങ്ങൾ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ദ ഫൈനൽ ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നേരിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ എൻ്റെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് കേൾസ് അങ്ങനെ കിടക്കത്തില്ല. ബട്ട് ദെൻ ദേ മെയ്ഡ് ഇറ്റ് ലാസ്റ്റ് ഷൂട്ട് കഴിയുന്നത് വരെ. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ടും എനിക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ പോയപ്പോഴത്തേക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിൽ തന്നെയായിരുന്നു. ജസ്റ്റ് ഐ റിമൂവ് ദ ഈ അഡീഷണൽ ഫിറ്റിങ്സ്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ ബോഡിയുടെ കാര്യത്തിൽ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. ബട്ട് നൗ ഐ എം റിയലി കോൺഫിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വോയിസ് കട്ട് ചെയ്തു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ദ ഹെയർ ടേൺഡ് ഔട്ട് ടു ബി. ആ ഒരു ആക്സസറീസ് സാധനം എല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്ക് എന്ത് അടിപൊളിയായി എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. പിന്നെ എനിക്ക് ഇത്ര വയറില്ല കേട്ടോ. അത് ഭയങ്കര ബ്ലോട്ടഡ് ആയിട്ട് രാത്രി ഉറങ്ങാത്തതിൻ്റെതായിട്ടൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഹെയർ കണ്ടു. അങ്ങനെ മറ്റേ പറക്കുന്നളിയയില് വണ്ടി അലങ്കരിച്ച് കൊണ്ടുവരില്ലേ, മറ്റേ ഗ്യാപ്പ് ഉള്ളിടത്ത് എത്ര നേരം കഷ്ടപ്പെട്ടതാണ് പറ്റിയത് ഇങ്ങനെയൊക്കെ പറയുന്നേ. എങ്ങനെയുണ്ട്, നല്ലതല്ലേ? എനിക്ക് വല്ല അറിയാവോ? ഇത് എടുക്കണം. നാളെ ഞാൻ കാണാൻ വന്നതാ. അല്ല അതാണ് നമ്മുടെ ടീം. Guys, അങ്ങനെ ഷൂട്ട് ഇസ് ഓവർ ആൻഡ് ഐ എം ബാക്ക്. സോ ഹാപ്പി. അടിപൊളിയായിരുന്നു. യെസ്, ഐ ഹോപ്പ് ദ റിസൾട്ട്സ് ആർ ഓൾസോ റിയലി ഗുഡ്. സോ എൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ആൻഡ് F. ആണെന്ന് പറയുന്ന ടീമാണ് നമ്മളപ്പോൾ ഷൂട്ട് ഫുള്ള് സെറ്റ് ചെയ്തത്. ഇംതിയാസ് ബ്രോയുടെ അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. ഇതുപോലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എഫേർട്ട് കണ്ടോ, എഫേർട്ട്.